ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ LSRW സ്കിൽസിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡായ സ്പീക്കിംഗ് സ്കില്ലിനെ കുറിച്ചാണ്. നമുക്ക് സ്പീക്കിംഗ് സ്കില്ലിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. സ്പീക്കിംഗ് ഈസ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എനേബിളിംഗ് ലേണേഴ്സ് ടു എക്സ്പ്രസ് ദെയർ തോട്ട്സ്, ഐഡിയാസ് ആൻഡ് ഫീലിംഗ്. പഠിതാക്കളെ അവരുടെ ചിന്തകളും ആശയങ്ങളും വികാരങ്ങളും പ്രകടിപ്പിക്കാൻ പ്രാപ്തരാക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആശയവിനിമയ വൈദഗ്ധ്യമാണ് ഈ ഒരു സംസാരം എന്ന് പറയുന്നത്. സ്പീക്കിംഗ് ഈസ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എനേബിളിംഗ് ലേണേഴ്സ് ടു എക്സ്പ്രസ് ദെയർ തോട്ട്സ്, ഐഡിയാസ് ആൻഡ് ഫീലിംഗ്സ്. പഠിതാക്കളെ അവരുടെ ചിന്തകളും ആശയങ്ങളും വികാരങ്ങളും പ്രകടിപ്പിക്കാൻ പ്രാപ്തരാക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആശയവിനിമയമാണ് ഈ ഒരു സംസാരം എന്ന് പറയുന്നത്. Effective speaking skills involve accuracy, fluency and appropriacy. കാര്യക്ഷമമായ സംസാര വൈദഗ്ധ്യത്തിൽ കൃത്യത, ഒഴുക്ക്, അനുയോജ്യത എന്നിവ ഉൾപ്പെടുന്നുണ്ട്. Teaching speaking skills is an essential component of English language learning, and there are various methods and techniques in the classroom to help students improve their speaking abilities. ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് സംഭാഷണ വൈദഗ്ധ്യം പഠിപ്പിക്കുന്നത്. കൂടാതെ വിദ്യാർത്ഥികളെ അവരുടെ സംസാരശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിന് ക്ലാസ് റൂമിൽ വിവിധ രീതികളും സാങ്കേതികതകളും ഉണ്ട്. ഇംഗ്ലീഷ് ക്ലാസ് മുറികളിൽ സംസാരിക്കാനുള്ള കഴിവുകൾ പഠിപ്പിക്കുന്നതിനുള്ള സാധാരണമായ ചില രീതികൾ ഞാനിവിടെ പറയാം. അങ്ങനെ 6 രീതികളാണ് ഉള്ളത്. ഒന്നാമത്തേതാണ് റോൾ പ്ലേ, രണ്ടാമത്തേത് ഡിബേറ്റ്, 3 ഗ്രൂപ്പ് ഡിസ്കഷൻസ്, 4 പിക്ചർ ഡിക്റ്റേഷൻ, 5 ഇൻഫർമേഷൻ ഗ്യാപ്പ് ആക്ടിവിറ്റീസ്, 6 പ്രസൻറ്റേഷൻസ്. അതിലൊന്നാമത്തതാണ് ഈ ഒരു റോൾ പ്ലേ എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ സംസാരിക്കുന്നത് പരിശീലിക്കാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുന്ന ഒരു സാങ്കേതികതയാണ് ഈ ഒരു റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. അധ്യാപകന് വിദ്യാർത്ഥികൾക്ക് ഒരു സാഹചര്യം നൽകാൻ വേണ്ടി പറ്റും. കൂടാതെ ഓരോ വിദ്യാർത്ഥിക്കും ഒരു റോൾ ഏറ്റെടുക്കാനും ഇംഗ്ലീഷിൽ പരസ്പരം ഇടപഴകാനും സാധിക്കും. ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾക്ക് ഒരു ജോലി അഭിമുഖം അല്ലെങ്കിൽ ഒരു ഉപഭോക്തൃ സേവന ഇടപെടൽ അതൊക്കെ ഇതിലൂടെ എന്താക്കാൻ കഴിയും, പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും എന്നാണ് പറയുന്നത്. രണ്ടാമത്തേതാണ് ഡിബേറ്റ് അഥവാ സംവാദം. പ്രകടിപ്പിക്കാനും, അതായത് സംവാദങ്ങൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും വിമർശനാത്മക ചിന്താശേഷി വികസിപ്പിക്കാനും അനുവദിക്കുന്നുണ്ട്. രണ്ടാമത്തേതാണ് ഡിബേറ്റ്. ഡിബേറ്റ് എന്ന് വെച്ചാൽ സംവാദങ്ങൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അതുപോലെ തന്നെ വിമർശനാത്മക ചിന്താശേഷി വികസിപ്പിക്കാനും ഇതിലൂടെ അനുവദിക്കുന്നുണ്ട്. അധ്യാപകന് ഒരു വിഷയം നൽകാൻ ഇതിലൂടെ കഴിയും. വിദ്യാർത്ഥികൾക്ക് ഉചിതമായ ഭാഷയും ബോധ്യപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദിക്കാനും കഴിയും. മൂന്നാമതായി പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആണ്. പരിശീലിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് ഗ്രൂപ്പ് ചർച്ചകൾ. അധ്യാപകന് ഒരു വിഷയം നൽകാൻ കഴിയും, വിദ്യാർത്ഥികൾക്ക് അതിനെ നിരസിക്കാനും കഴിയും. നാലാമത്തതാണ് പിക്ചർ ഡിക്റ്റേഷൻ. വിദ്യാർത്ഥികളുടെ സംസാരശേഷിയും ശ്രവണശേഷിയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു രസകരമായ പ്രവർത്തനമാണിത്. ടീച്ചർക്ക് ക്ലാസ്സിലേക്ക് ഒരു ചിത്രം കാണിക്കാൻ കഴിയും. കൂടാതെ അധ്യാപകൻ അത് ബോർഡിൽ വരയ്ക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അവർ കാണുന്നത് വിവരിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് ഇതിൽ പറയുന്നത്. അഞ്ചാമത്തതാണ് ഇൻഫർമേഷൻ ഗ്യാപ്പ് ആക്ടിവിറ്റീസ്. ഇതിൽ ഇൻഫർമേഷൻ ഗ്യാപ്പ് ആക്ടിവിറ്റികളിൽ വ്യത്യസ്ത വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത വിവരങ്ങൾ നൽകുന്നത് ഉൾപ്പെടുന്നുണ്ട്. ഒരു ടാസ്ക് പൂർത്തിയാക്കാൻ അവർ അത് പങ്കിടേണ്ടതുണ്ട്. ഈ പ്രവർത്തനം വിദ്യാർത്ഥികളെ പരസ്പരം ആശയവിനിമയം നടത്താനും അവരുടെ സംസാരശേഷി വികസിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആറാമത്തതാണ് പ്രസൻറ്റേഷൻസ്. പൊതുസംസാരം പരിശീലിക്കാനും അവതരണ കഴിവുകൾ വികസിപ്പിക്കാനും അവതരണങ്ങൾ വിദ്യാർത്ഥികളെ അനുവദിക്കുന്നുണ്ട്. അധ്യാപകന് ഒരു വിഷയം നൽകാം, കൂടാതെ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിൽ ഒരു അവതരണം തയ്യാറാക്കുകയും ചെയ്യാം എന്നാണ് ഈ ഒരു പ്രസൻറ്റേഷനിൽ പറയുന്നത്. അങ്ങനെ ഈ ഒരു ഭാഗമായ സ്പീക്കിംഗ് സ്കിൽസ് എന്താക്കുകയാണ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.